കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കർത്താവിൻ്റെ വലിയ കൃപയാൽ നമ്മൾ ഒരുമിച്ച് 111 എപ്പിസോഡിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. വളരെ അത്ഭുതകരമായി കർത്താവ് നമ്മളെ നടത്തുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. 14 അധ്യായത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് കർത്താവ് ശിഷ്യന്മാരെ വിട്ടുപോകുകയാണ് എന്നുള്ള ആ കർത്താവിൻ്റെ വെളിപ്പെടുത്തൽ അവരെ വല്ലാതെ വിഷമത്തിൽ ആക്കി. അവരുടെ ഹൃദയം കലങ്ങി. ഹൃദയ കലക്കമുള്ള ശിഷ്യന്മാരെ കർത്താവ് ബലപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതാണ് 14 അധ്യായത്തിലെ മുഖ്യമായ വിഷയം. 14 അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുവീൻ, എന്നിലും വിശ്വസിക്കുവീൻ എന്ന് കർത്താവ് പറഞ്ഞ ശേഷം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ശിഷ്യന്മാരുടെ നിത്യമാം ഭവനത്തെക്കുറിച്ചുള്ള വാഗ്ദത്തം അവർക്ക് കൊടുക്കുകയാണ്. കലങ്ങുന്ന ഹൃദയമുള്ള ശിഷ്യന്മാർക്ക് ധാരാളം വാഗ്ദത്തങ്ങൾ കർത്താവ് കൊടുത്ത് അവരെ ബലപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആദ്യമായിട്ട് അവരോട് പറയുന്ന വാഗ്ദത്തമാണ് അവരുടെ നിത്യമാം ഭവനത്തെക്കുറിച്ച്. രണ്ടാമത് 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നിത്യനായ ദൈവവുമായിട്ട് ഇപ്പോൾ അവർക്ക് സജീവ ബന്ധത്തിൽ ഏർപ്പെടുവാൻ കഴിയും, നിത്യനായ ദൈവത്തെ അടുത്തറിയുവാൻ കഴിയും എന്നുള്ള വിലപ്പെട്ട വാഗ്ദത്തം അവർക്ക് കൊടുക്കുകയാണ്. നിത്യമായ ഭവനത്തിൽ ചെന്നെത്തിയ ശേഷം മാത്രമല്ല, ഭൂമിയിൽ ഇവിടെ വച്ച് യേശുക്രിസ്തുവിലൂടെ നിത്യനായ ദൈവവുമായി അവർക്ക് വ്യക്തിപരമായ ബന്ധത്തിലേക്ക് ഏർപ്പെടുവാൻ കഴിയും എന്ന് കർത്താവ് അവരെ പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. 12-ാം വാക്യത്തിൽ കർത്താവ് അവർക്ക് മിഷൻസിനെ കുറിച്ചുള്ള വാഗ്ദത്തം കൊടുക്കുകയാണ്. കർത്താവ് അവരെ വിട്ടുപോകുകയാണ് എങ്കിലും കർത്താവ് അവരെ പിരിച്ചുവിടുന്നില്ല. ഏതുദ്ദേശത്തോടു കൂടിയാണ് കർത്താവ് അവരെ തിരഞ്ഞെടുത്തത്, ആ ഉദ്ദേശം കർത്താവ് പൂർത്തീകരിക്കും. മിഷൻസിനെ കുറിച്ച് കർത്താവ് പറയുന്നത്, ഞാൻ ചെയ്ത് നിങ്ങൾ ചെയ്യും, അതിലുപരിയും നിങ്ങൾ ചെയ്യും എന്ന് കർത്താവ് പറഞ്ഞു. അതെന്താണ് കർത്താവ് ഉദ്ദേശിച്ചതെന്ന് കഴിഞ്ഞ എപ്പിസോഡുകളിൽ ആ വിഷയത്തെ ഞാൻ വ്യാഖ്യാനിച്ചതായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ 13-14 വാക്യത്തിൽ കർത്താവ് അടുത്ത വാഗ്ദത്തം അവർക്ക് കൊടുക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥനകൾക്ക് തീർച്ചയായും അവർക്ക് മറുപടി ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞു. ഒരു ക്ലോസ് കർത്താവ് അവിടെ വെച്ചത് പിതാവ് പുത്രനിൽ മഹത്വമെടുക്കുന്ന വിഷയങ്ങളുടെ റിക്വസ്റ്റുകളാണ് കർത്താവ് അവർക്ക് കൊടുക്കുവാൻ പോകുന്നത്. മിഷൻസും പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. ഫലപ്രദമായ മിഷൻസ് നടക്കണമെങ്കിൽ അതിൻ്റെ പിൻപിൽ ശക്തമായ പ്രാർത്ഥന ആവശ്യമാണ്. കർത്താവിൻ്റെ ഐഹിക ശുശ്രൂഷ കാലഘട്ടത്തിൽ പുത്രനിലൂടെ പിതാവ് മഹത്വമെടുത്തു. പിതാവിനെ പൂർണ്ണമായി പുത്രൻ അനുസരിച്ചു. അങ്ങനെ പിതാവ് മഹത്വമെടുത്തു. ഇതുപോലെ ശിഷ്യന്മാരുടെ പ്രവർത്തനത്തിലും പിതാവ് മഹത്വമെടുക്കും എന്നതാണ് ആ ഭാഗത്തു നിന്ന് നമ്മൾക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നത്. അതിനുശേഷം 15-ാമത്തെ വാക്യത്തിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചു, കർത്താവ് ആഗ്രഹിക്കുന്നത് തന്നെ സ്നേഹിക്കുന്ന ശിഷ്യന്മാർ അവിടുന്ന് പറഞ്ഞ എല്ലാ കൽപ്പനകളും അനുസരിക്കണം എന്നുള്ളതാണ്. ഒരു ദൈവ പൈതലിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ദൈവവചനം അനുസരിക്കുക എന്നുള്ളതാണ്. 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കലങ്ങുന്ന ഹൃദയമുള്ള ശിഷ്യന്മാർക്ക് അടുത്ത വാഗ്ദത്തം കർത്താവ് കൊടുക്കുന്നു, പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വാഗ്ദത്തം.
എന്നാൽ 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ അതിന് മുൻപും പിൻപുമായി അനുസരണത്തെക്കുറിച്ചാണ് കർത്താവ് സംസാരിക്കുന്നത്. 15-ാം വാക്യം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നത്, ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടത് അനുസരണമുള്ള ജീവിതത്തിലൂടെയാണ്. 21-ാം വാക്യത്തിൽ, എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു. കൽപ്പനകൾ അനുസരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി യേശുവിനെ സ്നേഹിക്കുന്നയാളാണ്. ഇതും പരിശുദ്ധാത്മാവുമായിട്ടുള്ള വാഗ്ദത്തവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചതാണ്, അനുസരിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ കർത്താവ് കൊടുക്കുന്നത്. 16-ാം വാക്യം ഇന്ന് നമുക്ക് നമ്മുടെ ധ്യാനത്തിനായി നമ്മൾക്ക് എടുക്കാം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഈ വചനത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആദ്യമായി ദൈവമക്കൾ 16-ാം വാക്യത്തിൽ കാര്യസ്ഥൻ എന്ന ആ പ്രയോഗം ശ്രദ്ധിക്കുവാനായി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. കാര്യസ്ഥൻ എന്ന ആ പ്രയോഗം പാരക്ലീറ്റോസ് എന്ന ഗ്രീക്ക് വാക്ക് തർജ്ജമ ചെയ്തതാണ്. പാരക്ലീറ്റോസ് എന്ന ആ ഗ്രീക്ക് വാക്ക് അതിൻ്റെ ഉള്ള അർത്ഥം എന്ന് പറയുന്നത് വൺ ഹൂ ഈസ് കോൾഡ് എലോങ് സൈഡ് ടു ഹെൽപ്പ്. ഒരുവനെ സഹായിക്കുവാനായി അവൻ്റെ കൂടെ വന്നിരിക്കുന്നയാൾ. എന്നാൽ വിശാല അർത്ഥത്തിൽ അതിനെ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഹെൽപ്പർ എന്ന് ചിലയിടങ്ങളിൽ, അതുപോലെ കംഫോർട്ടർ എന്ന് മറ്റിടങ്ങളിൽ, കൗൺസിലർ എന്ന് ചിലയിടങ്ങളിൽ, എക്സോർട്ടർ, ഇൻ്റർസെസർ, എൻകറേജർ, അഡ്വക്കേറ്റ് എന്നൊക്കെ തർജ്ജമ ചെയ്യുന്ന ഒരു വാക്കാണ് കാര്യസ്ഥൻ എന്ന വാക്ക്. അത്ര അർത്ഥസമ്പൂർണമായ ഒരു പ്രയോഗമാണ് പാരക്ലീറ്റോസ് എന്ന ആ പ്രയോഗം. കാര്യസ്ഥൻ എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ്. അത് 16-ന്റെ ആദ്യ ഭാഗത്ത് സത്യത്തിൻ്റെ ആത്മാവെന്ന പ്രയോഗത്തിലൂടെ കാര്യസ്ഥൻ പരിശുദ്ധാത്മാവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 14-ന്റെ 26 വരുമ്പോൾ, എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയക്കുവാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. കാര്യസ്ഥൻ എന്നത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് കാര്യസ്ഥനാണ്, സഹായിയാണ്, ആശ്വാസപ്രദനാണ്, പ്രബോധിപ്പിക്കുന്നവനാണ്. അങ്ങനെ വിശാല അർത്ഥത്തിലാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വാഗ്ദത്തം കർത്താവ് തന്നെ അനുഗമിക്കുന്ന ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത്. ഹൃദയം കലങ്ങിയിരിക്കുന്ന ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കുകയും എൻകറേജ് ചെയ്യുകയും നിങ്ങളെ സഹായിക്കുകയും മധ്യസ്ഥ അണയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വം നിങ്ങളോട് കൂടെ ഇരിക്കും. ഞാൻ പിതാവിനോട് ചോദിച്ച് നിങ്ങൾക്ക് ആ വ്യക്തിയെ അയക്കും. എത്ര വിലപ്പെട്ട വാഗ്ദത്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാര്യസ്ഥനെ എന്ന ആ വാക്കിൻ്റെ തൊട്ടു മുൻപ് മറ്റൊരു പ്രയോഗം, മറ്റൊരു കാര്യസ്ഥനെ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മറ്റൊരു, അനദർ എന്ന വാക്ക് ഗ്രഹിക്കേണ്ട ഒരു വാക്കാണ്. മൂലഭാഷയാകുന്ന ഗ്രീക്കിൽ മറ്റൊരു അല്ലെങ്കിൽ അനദറിന് 2 പ്രയോഗങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രയോഗം ഹെറ്ററോസ് എന്നൊരു പ്രയോഗമാണ്. അതിൻ്റെ അർത്ഥം വേറെ ഒരാൾ, വ്യത്യസ്ത സ്വഭാവത്തോടെയുള്ളയാൾ എന്ന അർത്ഥമാണ്. എന്നാൽ ഇവിടെ ആ വാക്കല്ല എഴുതിയിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക്
അലോസ് എന്ന പ്രയോഗമാണ്. അതിൻ്റെ അർത്ഥം മറ്റൊരു വ്യക്തി, സെയിം നേച്ചറുള്ള മറ്റൊരു വ്യക്തി എന്നാണ് അതിൻ്റെ അർത്ഥം. അഥവാ കർത്താവ് ശിഷ്യന്മാർക്ക് വാഗ്ദത്തം ചെയ്യുന്നത് ജീസസിനെ പോലെ തന്നെ സ്വഭാവമുള്ള മറ്റൊരു വ്യക്തിയാണ്. എന്നേക്കും അവരോടുകൂടെ ഇരിപ്പാനായി കർത്താവ് പ്രോമിസ് ചെയ്യുന്നത് എത്രയോ ആശ്വാസം തരുന്ന ഒരു പ്രോമിസാണ്. ഞാൻ പല എപ്പിസോഡുകളിൽ ആവർത്തിച്ചത് ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയുന്നു. ഒരു മെറ്റീരിയൽ കാര്യങ്ങളുമല്ല കർത്താവ് ഹൃദയം കലങ്ങിയിരിക്കുന്ന ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുവാനായി പറയുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റേണൽ തിങ്സ്. ഇവിടെയും ഹോളി സ്പിരിറ്റ്, കർത്താവിൻ്റെ കൂട്ട് സെയിം സ്വഭാവമുള്ള ഒരു വ്യക്തിത്വത്തെയാണ് കർത്താവ് പ്രോമിസ് ചെയ്യുന്നത്. എന്നേക്കും അവരോട് കൂടെയിരുന്ന് അവർക്ക് ആലോചന കൊടുക്കുവാൻ, അവരെ ബലപ്പെടുത്തുവാൻ, അവരെ ആശ്വസിപ്പിക്കുവാൻ, അവരുടെ അഡ്വക്കേറ്റായിരിക്കാൻ കർത്താവ് വാഗ്ദത്തം ചെയ്യുകയാണ്. അനദർ കംഫോർട്ടർ, അനദർ ഹെൽപ്പർ, അനദർ അഡ്വക്കേറ്റ്. ഇതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നമ്മൾ ദൈവവചനം ഒന്ന് ഓടിച്ചു നോക്കിയാൽ ജീസസിൻ്റെ നേച്ചറും ഹോളി സ്പിരിറ്റിൻ്റെ നേച്ചറും ഒരുപോലെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നാച്ചുറലി, ബിക്കോസ് ദേ ആർ പാർട്ട് ഓഫ് ദ ഗോഡ് ഹെഡ്. ത്രിയേക ദൈവത്വത്തിൽ ഉള്ള പുത്രനും പരിശുദ്ധാത്മാവും പിതാവും തുല്യ നേച്ചറുള്ളവരാണ്. ഒന്ന് ശ്രദ്ധിച്ചാലും യോഹന്നാൻ 1:14, യോഹന്നാൻ 1:17, 14:6 നമുക്കറിയാം. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. അപ്പോൾ തന്നെ 14:16 ഞാനിവിടെ കുറിവാക്യമായി വായിച്ചു. സത്യത്തിൻ്റെ ആത്മാവെന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു. 16:13 ദൈവമക്കൾ വായിക്കണം. ഇത്രയും റെഫറൻസുകൾ വായിക്കുമ്പോൾ ജീസസ് ഈസ് ദ ട്രൂത്ത്, ഹോളി സ്പിരിറ്റ് ഈസ് ദ ട്രൂത്ത്. രണ്ടുപേരുടെയും സ്വഭാവം സത്യമാണ്. രണ്ടുപേരുടെയും സ്വഭാവം ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ട്രൂത്ത്. അതുപോലെ തന്നെ യോഹന്നാൻ 3:17, യോഹന്നാൻ 14:16 നമ്മളിപ്പോൾ വായിച്ച കുറിവാക്യം. അതുപോലെ തന്നെ യോഹന്നാൻ 14:26 വായിക്കുമ്പോൾ പുത്രനെ അയച്ചതും പിതാവാം ദൈവമാണ്, പരിശുദ്ധാത്മാവിനെ അയച്ചതും പിതാവാം ദൈവമാണ്. അവിടെ നമുക്ക് ആ കമ്പാരിസൺ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മൂന്നാമത് യോഹന്നാൻ 3:2, യോഹന്നാൻ 6:59, 14:26, 16:13 മുതൽ 15 വരെ കർത്താവിനും പരിശുദ്ധാത്മാവിനും റെവലേറ്ററി ആയിട്ടുള്ള ടീച്ചിങ്ങിൻ്റെ റോൾ ഉണ്ടായിരുന്നു. കർത്താവ് വെളിപ്പെടുത്തി, പരിശുദ്ധാത്മാവും വെളിപ്പെടുത്തി എന്ന് തിരുവെഴുത്തിലൂടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. എഫേസ്യ ലേഖനം 3:16 നമ്മൾ മനസ്സിലാക്കിയാൽ പരിശുദ്ധാത്മാവ് കർത്താവ് ചെയ്തതുപോലെ തന്നെ ശിഷ്യന്മാരെ സ്ട്രെങ്തൻ ചെയ്യുന്നവനാണ്, ബലപ്പെടുത്തുന്നവനാണ്. റോമർ 8:26 യേശുവിനെ പോലെ തന്നെ പരിശുദ്ധാത്മാവ് ഇടിവിൽ നിൽക്കുന്നവനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാനിവിടെ പറയുവാൻ താല്പര്യപ്പെട്ടത് മറ്റൊരു കാര്യസ്ഥൻ എന്ന് കർത്താവ് പറയുമ്പോൾ കർത്താവിനെ പോലെ തന്നെയുള്ള വേറൊരു വ്യക്തിത്വം, കർത്താവിൻ്റെ സ്വഭാവം പോലെയുള്ള വേറൊരു വ്യക്തിത്വം, കർത്താവിൻ്റെയും സ്പിരിറ്റിൻ്റെയും സ്വഭാവം ഒന്നാണ്, ബട്ട് ദേ ആർ ഡിഫറെൻറ്റ് പേഴ്സൺസ്, പാർട്ട് ഓഫ് ദ ട്രയൂൺ ഗോഡ്. എത്ര വലിയ കാര്യമാണ് ദൈവത്തിൻ്റെ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മനസ്സിലാക്കുവാൻ കർത്താവ് നമ്മൾക്ക് കൃപ തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. 16-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ടൈറ്റിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ്. ഞാൻ പിതാവിനോട് ചോദിക്കും. യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത
ശുശ്രൂഷയിൽ യേശു ശിഷ്യന്മാർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പിതാവിനോട് ചോദിച്ച് പരിശുദ്ധാത്മാവിനെ അവർക്ക് കൊടുക്കുന്നു എന്ന് 16-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയും. അവിടെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന, ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്. അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് സത്യത്തെ കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുകയും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നവനാണ്. യോഹന്നാൻ 16:13, 1 യോഹന്നാൻ 5:6 ദൈവമക്കൾ ദയവായി നോട്ട് ചെയ്ത് അത് വായിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ സമയമായി. അതാർക്കും മാറ്റിവെക്കാൻ ഒക്കത്തില്ല. പിതാവിൻ്റെ ഇഷ്ടത്തിൽ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ ഐഹിക ലൈഫ് ശുശ്രൂഷ പൂർത്തീകരിച്ചു. കർത്താവ് ക്രൂശ് മരണം വഴിയായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് കർത്താവ് പോകുകയാണ്. അത് ഉറപ്പുള്ള കാര്യമാണ്. ആ സമയത്ത് കർത്താവ് പറയുകയാണ്, നിങ്ങൾ അനാഥരൊന്നും ആകത്തില്ല, എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കാൻ എൻ്റെ സെയിം നേച്ചറുള്ള മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരും. പിതാവിനോട് ചോദിച്ച് പിതാവ് അയച്ചു തരും. ആശ്വസിപ്പിക്കുവാനായി കർത്താവ് അവരോട് പറയുന്ന വിലപ്പെട്ട ഒരു വാഗ്ദത്തമാണ്. അവരോട് മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ദൈവവചനം അനുസരിക്കുന്ന ഒരു ദൈവ പൈതൽ ശിഷ്യനോടുള്ള കർത്താവിൻ്റെ വാഗ്ദത്തമാണ് ടു റിസീവ് ദ ഹോളി സ്പിരിറ്റ്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവ് പിതാവിനോട് ചോദിച്ച് തരുന്ന പരിശുദ്ധാത്മാവിനെ കൂടാതെ എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിൽ ഒരു നല്ല ക്രിസ്തീയ ജീവിതം നയിപ്പാൻ സാധ്യമല്ല. ജയകരമായൊരു ജീവിതം നയിപ്പാൻ സാധ്യമല്ല. 15-ാം വാക്യത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. കർത്താവ് പറഞ്ഞ സകല വചനങ്ങളും അനുസരിക്കണമെങ്കിൽ വി നീഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. കൂടെ കാര്യസ്ഥനാം പരിശുദ്ധാത്മാവിരുന്ന് അവിടുത്തെ ശക്തിയാൽ മാത്രമേ വചനത്തെ ഈ ദുഷ്ടലോകത്തിൽ അനുസരിച്ച് ജയകരമായ ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയുകയുള്ളൂ. കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരായ നമുക്ക് നമ്മളിൽ തന്നെ ശക്തിയില്ല. വി നീഡ് പവർ ഫ്രം അബവ്. ജീസസ് അതിനാണ് പറയുന്നത്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഉറപ്പാണത്. വിത്തൗട്ട് ദ ഹോളി സ്പിരിറ്റ് വി കനോട്ട് ലിവ് ദ ക്രിസ്ത്യൻ ലൈഫ്. ആകയാൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് താഴെയുള്ള വാക്യങ്ങളെല്ലാം നമ്മൾ കാണുന്നത്. അത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കും. എന്നാൽ ഇതുവരെയും പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തമായ സാന്നിധ്യവും ശക്തിയും താങ്കൾ അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഈ വാഗ്ദത്തങ്ങളെ ഒന്ന് സ്വന്തമാക്ക്. ഹൃദയം പലപ്പോഴും കലങ്ങിപ്പോകുമ്പോൾ എനിക്കാരും ഇല്ല എന്ന് ചിന്തിക്കരുത്. ഉണ്ട്. പരിശുദ്ധാത്മാവിനെ അറിയുക, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുക, പരിശുദ്ധാത്മാവിൻ്റെ ആലോചന ശ്രദ്ധിക്കുക. അവൻ സകല സത്യത്തിലും നമ്മെ നടത്തുന്നവനാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ഏവർക്കും കൃപ തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. തുടർന്നുള്ള സമയം ഈ എപ്പിസോഡിൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും ദൈവത്വത്തെക്കുറിച്ചുമുള്ള ചില ചിന്തകളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നത്. അതിൻ്റെ കാരണം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വാഗ്ദത്തമാണ്. അത് കർത്താവിൻ്റെ ഈ അപ്പർ റൂം ഡിസ്കോഴ്സിൽ കർത്താവ് പറഞ്ഞ പ്രസംഗങ്ങളിൽ ആദ്യത്തെ പരാമർശമാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. 15-ാം അധ്യായത്തിലും 16-ാം അധ്യായത്തിലും ഒക്കെ ഉണ്ട്. എന്നാൽ ആ ഭാഗങ്ങൾ വരുമ്പോൾ ഞാൻ ആ കാര്യങ്ങൾ വിശദീകരിക്കാം.
16-ാം വാക്യത്തിൽ നമ്മൾ പഠനം തുടങ്ങി എങ്കിൽ പരിശുദ്ധാത്മാവ് ആരാണ്? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണോ, കേവലം ഒരു ഫോഴ്സാണോ? പരിശുദ്ധാത്മാവ് ദൈവമാണോ, അതോ കേവലം ഒരു ഫോഴ്സാണോ? ഇതിനെക്കുറിച്ച് ഒരു അറിവ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. ഈ കാലഘട്ടത്തിൽ ധാരാളം കൾട്ട് ഗ്രൂപ്പുകൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം നിഷേധിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വവും ആളത്വവും നിഷേധിക്കുന്നുണ്ട്. കൾട്ട് ഗ്രൂപ്പ് എന്ന് ഞാൻ അർത്ഥമാക്കുന്നത് ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഭാഗമാണ് എന്നവകാശപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങളിൽ വിശ്വസിക്കാതെയും അതിന് വിപരീതമായി പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ ഉദ്ദേശിച്ചാണ്. അത് കൾട്ടുകളാണ്. ഇവരുടെ ദുരുപദേശങ്ങൾ ധാരാളം ഇടങ്ങളിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന നിമിത്തം അനേക വ്യക്തികളിൽ കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ എപ്പിസോഡിൽ പരിശുദ്ധാത്മാവിൻ്റെ ആളത്വവും ദൈവത്വവും നിഷേധിക്കുന്ന ആളുകൾക്ക് ഉള്ള ഒരു മറുപടിയായിട്ട് തന്നെ ധാരാളം വചനത്തിലൂടെ ആ കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാൻ താല്പര്യപ്പെടുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്നുള്ളതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട വിഷയമെന്നുള്ളത് ഈ സുവിശേഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്കറിയാം. ഈ സുവിശേഷം പൂർത്തീകരിച്ച് അവസാനം 1-2 എപ്പിസോഡിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്ന വിഷയം ഈ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് ക്രോഡീകരിച്ച് എടുക്കുവാൻ എനിക്ക് താല്പര്യവും നിയോഗമുണ്ട്. എന്നാൽ ഈ എപ്പിസോഡിൽ വളരെ ലളിതമായി ചുരുങ്ങിയ സമയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വവും ദൈവത്വത്തെക്കുറിച്ചും അല്പമായി ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് കേവലം ഒരു ഫോഴ്സ് അല്ല, ഒരു വ്യക്തിയാണ് എന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നുണ്ട്. ആത്മാവിന് ഒരു വ്യക്തിക്കാവശ്യമാകുന്ന ആട്രിബ്യൂട്ടുകൾ ഉണ്ട്. പരിശുദ്ധാത്മാവിന് ഇൻ്റലക്റ്റ് ഉണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 2:11 ദൈവത്തിൻ്റെ ചിന്തകളെ പരിശുദ്ധാത്മാവിനറിയാം. റോമർ 8:27 പരിശുദ്ധാത്മാവിന് ഒരു മൈൻഡ് ഉണ്ട്. എഫേസ്യർ 4:30 ദുഃഖിപ്പിച്ചാൽ ദുഃഖിക്കത്തക്കവണ്ണമുള്ള ഒരു വ്യക്തിയാണ് ഹോളി സ്പിരിറ്റ് എന്ന് തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നു. അതുപോലെ 1 കൊരിന്ത്യർ 12:11 അവിടുന്ന് ഇച്ഛിക്കുന്നത് പോലെയാണ് കൃപാവരങ്ങളെ ദൈവസഭയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇച്ഛയുള്ളവനാണ് പരിശുദ്ധാത്മാവ്. ഇവിടെയെല്ലാം ഞാൻ പറയുന്നത് ഹീസ് എ പേഴ്സൺ. ഒരു വ്യക്തിക്കുള്ള ആട്രിബ്യൂട്ട്സുകൾ പരിശുദ്ധാത്മാവിനുണ്ട്. ഒരു ഫോഴ്സിന് ഇച്ഛയുണ്ടോ? ഒരു ഫോഴ്സിന് ചിന്തകളുണ്ടോ? മനസ്സുണ്ടോ? ഒരിക്കലുമില്ല. ദ ഹോളി സ്പിരിറ്റ് ഇസ് എ പേഴ്സൺ. അത് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു വ്യക്തി ചെയ്തതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു. യോഹന്നാൻ 14:26, ലൂക്കോസ് 12:12 പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് കാണുവാൻ കഴിയും. യോഹന്നാൻ 15:26, റോമർ 8:16 സാക്ഷീകരിക്കുന്ന പരിശുദ്ധാത്മാവ്. റോമർ 8:16 ദൈവമക്കൾക്ക് അറിയാവുന്ന ഒരു വാക്യമാണ്. എങ്കിലും വേഗത്തിൽ അത് ഒന്ന് വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. ഹീസ് എ പേഴ്സൺ. ഹോളി സ്പിരിറ്റ് ടെസ്റ്റിഫൈ ചെയ്യുകയാണ്. അതുപോലെ തന്നെ മത്തായി 4:1, അപ്പോസ്തലപ്രവൃത്തി 13:4, അപ്പോസ്തലപ്രവൃത്തി 16:6-7 വാക്യം, റോമർ 8:14 ഹോളി സ്പിരിറ്റ് നമ്മെ ലീഡ് ചെയ്യുകയും ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു.
റോമർ 8:14 എല്ലാ വിശുദ്ധന്മാർക്കും അറിയാവുന്നൊരു വാക്യമാണ്. ഇങ്ങനെയാണ്: ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ആത്മാവിൻ്റെ നടത്തിപ്പ്. ഒരു വ്യക്തി ആളുകളെ ലീഡ് ചെയ്യുന്നത് പോലെ പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്യുന്നു. കേവലം ഒരു ഫോഴ്സല്ല. വളരെ ക്ലിയറായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ അത് മനസ്സിലാകുന്നു. മാർക്കോസ് 13:11, അപ്പോസ്തലപ്രവൃത്തി 15:28 പരിശുദ്ധാത്മാവ് ഗൈഡൻസ് തരുന്നു. അപ്പോസ്തലപ്രവൃത്തി 15:28 വാക്യം ഞാൻ ദൈവമക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യം എന്നല്ലാതെ അധികമായി ഭാരം ഒന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 15 ദൈവമക്കൾക്ക് വിഷയമറിയാം. ജെറുസലേം കൗൺസിലാണ് വിഷയം. ആ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യുവാനായി ലീഡേഴ്സ് കൂടി വന്നിരിക്കുമ്പോൾ കോൺഫറൻസിൽ തീരുമാനമെടുത്തതാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ചത്. ആ തീരുമാനമെടുക്കുവാനായി അവരെ പ്രേരിപ്പിച്ചത് ഹോളി സ്പിരിറ്റിൻ്റെ ഗൈഡൻസാണ്. ഹി ഈസ് എ പേഴ്സൺ. അതുപോലെ യോഹന്നാൻ 16:7-8 വാക്യങ്ങളിൽ ലോകത്തെ അവൻ കൺവിക്റ്റ് ചെയ്യുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം കൊടുക്കുന്ന പരിശുദ്ധാത്മാവ്. മാത്രമല്ല അപ്പോസ്തലപ്രവൃത്തി 8:29, 10, 19, 13:2, 20, 23, 21:11, 1 തിമോത്തിയോസ് 4:1, വെളിപ്പാട് പുസ്തകം 22:17 ഇവിടെയെല്ലാം പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ ദൈവമക്കൾ പഠിച്ചാൽ കർത്താവിൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞ ശേഷം വന്ന 30 വർഷങ്ങളിൽ ആദ്യ നൂറ്റാണ്ടിലെ സഭ ആത്മശക്തിയോടെ അന്നറിയപ്പെട്ട ലോകത്തെ സുവിശേഷീകരിച്ചതിൻ്റെ ചരിത്രമാണ്. അവിടെ മുഴുവനും നമുക്ക് കാണുവാൻ കഴിയുന്നത് 28 അധ്യായങ്ങളിൽ ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തനങ്ങളാണ്. ഹോളി സ്പിരിറ്റ് അവരെ ഗൈഡ് ചെയ്തു. ഹോളി സ്പിരിറ്റ് അവരെ ലീഡ് ചെയ്തു. ഹോളി സ്പിരിറ്റ് അവരോട് സംസാരിച്ചു. 8:29 ദൈവമക്കൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അത് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞു. ഇതെന്താ, ഒരു ഫോഴ്സ് പറയുകയാണോ? ഒരു വ്യക്തി ഫിലിപ്പോസിനോട് സംസാരിക്കുകയാണ്. 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയ്ക്ക് ഹോളി സ്പിരിറ്റ് വാസ് വെരി വെരി റിയൽ. ആരാധനയ്ക്കിരിക്കുമ്പോൾ മാത്രമുണ്ടാകുന്ന ഒരനുഭവമല്ല ഹോളി സ്പിരിറ്റ്. 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയ്ക്ക് മറ്റൊരു കാര്യസ്ഥനായി കർത്താവ് കൂടെ ഇരുന്നത് പോലെ പരിശുദ്ധാത്മാവാം ദൈവം അവരോട് കൂടെ ഇരുന്ന് അവരെ നടത്തി. അതുകൊണ്ടാണ് മിഷൻസിൽ അവർ വളരെ ഫ്രൂട്ട്ഫുള്ളായിരുന്നത്. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ മടക്കി കൊണ്ടുവരട്ടെ എന്ന് നമ്മൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 26-ാം വാക്യം വായിക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് ഇൻ്റർസീഡ് ചെയ്യുന്നു, മധ്യസ്ഥ അണയ്ക്കുന്നു. മാർക്കോസ് 12:36, ലൂക്കോസ് 2:26, 1 കൊരിന്ത്യർ 2:10 പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഇവിടെയെല്ലാം ഒരു വ്യക്തിയായിട്ടാണ്. ഹീസ് എ പേഴ്സൺ, അല്ലാതെ കേവലം ഒരു ഫോഴ്സ് അല്ല. ഒരു പേഴ്സൺ ചെയ്യുന്ന കാര്യങ്ങൾ ആണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അടുത്ത നമ്മൾ കാണുവാൻ കഴിയുന്നത് അപ്പോസ്തലപ്രവൃത്തി 5:3 പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു എന്ന് അനന്യാസിനോട് പത്രോസ് പറയുകയാണ്. ഒരു വ്യക്തി ആയതുകൊണ്ടല്ല കള്ളം പറയുന്നത്. ഒരു ഫോഴ്സിനോട് വ്യാജം കാണിക്കാൻ ഒക്കുമോ? മാത്രമല്ല മത്തായി 12:31 പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയരുത്. ഒരു വ്യക്തി ആയതുകൊണ്ടാണ്, അല്ലാതെ ഒരു ഇംപേഴ്സണൽ ഫോഴ്സ് അല്ല. ദൂഷണം പറഞ്ഞാൽ ദുഃഖിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്.
അതുപോലെ തന്നെ ഹെബ്രായർ 10:29 പരിശുദ്ധാത്മാവിനെ നിന്ദിക്കരുത്, ഇൻസൾട്ട് ചെയ്യരുത്. ഒരു വ്യക്തിയുടെ സ്വഭാവമാണ് ഇൻസൾട്ട്. പറഞ്ഞാൽ ദുഃഖിക്കും. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഇൻസൾട്ട് ചെയ്യരുത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. മാത്രമല്ല, യോഹന്നാൻ്റെ സുവിശേഷം 14:16 മുതൽ നിങ്ങൾ വായിക്കുമ്പോൾ, പ്രധാനമായി 16ഉം 17ഉം ഞാൻ ഒന്ന് വായിക്കാം. അവിടെയുള്ള മാസ്കുലിൻ പ്രോനൗണുകൾ ദൈവമക്കളൊന്ന് ശ്രദ്ധിക്കണം. അത് എന്ന് സംബോധന ചെയ്യാതെ അവൻ എന്ന് പരിശുദ്ധാത്മാവിനെ സംബോധന ചെയ്തിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിക്കുവാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. അവൻ എന്നുള്ള ആ പ്രയോഗങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അതുപോലെ വേദപുസ്തകം അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യമാണ് ഞാൻ നേരത്തെ ഉദ്ധരിച്ചത്. 3-4 വാക്യങ്ങൾ ഇപ്പോൾ വായിക്കുന്നു. ഹോളി സ്പിരിറ്റ് ദൈവമാണെന്നുള്ള ക്ലിയറായിട്ടുള്ള ദൈവത്തിൻ്റെ വചനമാണ് ഞാൻ വായിക്കുന്നത്. എന്തിനാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഇത് ചിന്തിക്കുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം നമ്മൾ പഠിച്ചു വരുമ്പോൾ കർത്താവ് ഹൃദയം കലങ്ങിയിരിക്കുന്ന ശിഷ്യന്മാർക്ക് ധാരാളം വാഗ്ദത്തങ്ങൾ കൊടുക്കുന്നു. നിത്യമായ അവരുടെ വാസസ്ഥലത്തെക്കുറിച്ച്, നിത്യനായ ദൈവത്തെക്കുറിച്ച്, അവരുടെ ശുശ്രൂഷയെക്കുറിച്ച്, പ്രാർത്ഥിക്കുമ്പോൾ ലഭ്യമാകുന്ന മറുപടിയെക്കുറിച്ച്, 5ാമത് ഹോളി സ്പിരിറ്റിനെ കുറിച്ചുള്ള വാഗ്ദത്തം അവർക്ക് കൊടുക്കുന്നു. ഹോളി സ്പിരിറ്റ് മറ്റൊരു കാര്യസ്ഥനാണ്. ജീസസിൻ്റെ സെയിം നേച്ചറുള്ള മറ്റൊരു വ്യക്തിത്വമാണ്. വ്യക്തി എന്ന നിലയിലും ദൈവമെന്ന നിലയിലും ഈ കാലഘട്ടത്തിൽ ദുരുപദേശകരായുള്ള കൾട്ട് ഗ്രൂപ്പുകൾ പരിശുദ്ധാത്മാവിനെ തരം താണ് കാണുന്നു. ദൈവമല്ല, ഒരു വ്യക്തിയല്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഇടത്ത് പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തെ, ആളത്വത്തെ, ദൈവത്വത്തെ ഈ വചനങ്ങളിലൂടെ ഞാൻ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിന് 3-4 വാക്യം. അപ്പോൾ പത്രോസ് അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുവാനും നിലത്തിൻ്റെ വിലയിൽ കുറേ എടുത്തു വയ്ക്കുവാനും സാത്താൻ നിൻ്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? ആ വാക്ക് ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുവാനും, അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 4-ാം വാക്യം. അത് വിൽക്കും മുൻപേ നിൻ്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിൻ്റെ കൈവശം അല്ലാതിരുന്നുവോ? ഈ കാര്യത്തിന് നീ മനസ്സു വെച്ചതെന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. 3-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു. 4-ാം വാക്യത്തിൽ ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത്. ഹോളി സ്പിരിറ്റ് ഈസ് ഗോഡ്. പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഗോഡ് വിത്ത് യു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചെന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ആത്മാവ് തൊട്ടു എന്ന് പറഞ്ഞാൽ ദൈവം തൊട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ദ ഹോളി സ്പിരിറ്റ് ഈസ് ഗോഡ്. അതുപോലെ തന്നെ ദൈവത്തിനുള്ള ആട്രിബ്യൂട്ടുകൾ പരിശുദ്ധാത്മാവിനുമുണ്ട്. ദൈവവചനം നോക്കാം. എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം അതിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ
ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. പരിശുദ്ധാത്മാവിനെ വിളിക്കുകയാണ് നിത്യാത്മാവ് എന്ന്. ഹീ ഈസ് ആൻ ഇറ്റേണൽ ബീയിങ്. ദൈവത്തിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ്. ഹീ ഈസ് ആൻ ഇറ്റേണൽ ഗോഡ്. ദ ഹോളി സ്പിരിറ്റ് ഈസ് ഇറ്റേണൽ സ്പിരിറ്റ്. അതുപോലെ 1 കൊരിന്ത്യർ 2:10-11 വാക്യങ്ങളിൽ ഹീ ഈസ് ഒംനിഷ്യൻറ്റ്. സർവജ്ഞാനിയാണെന്ന് വ്യക്തമാണ്. സങ്കീർത്തനം 139 7 വാക്യത്തിൽ അവിടുന്ന് സർവവ്യാപിയാണ്. പരിശുദ്ധാത്മാവ് ഒംനി പ്രസൻ്റാണ്. ഉൽപ്പത്തി പുസ്തകം 1:2, ഇയ്യോബിൻ്റെ പുസ്തകം 33:4 പരിശുദ്ധാത്മാവ് ഒംനി പൊട്ടൻ്റാണ്, സർവശക്തനാണ്. റോമാലേഖനം 8:2 വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. പരിശുദ്ധാത്മാവിന് ജീവൻ തരുവാൻ കഴിയും എന്ന് വേദപുസ്തകം പറയുന്നു. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. He is called the Spirit of life. He has the power to give life. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ദൈവവചനത്തിൽ ശ്രദ്ധിച്ചാൽ ദൈവത്തിന് മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളാണ് എന്ന് നമുക്ക് ബോധ്യമാകും. ഉൽപ്പത്തി 1:2, സങ്കീർത്തനം 33:6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഹോളി സ്പിരിറ്റ് വാസ് ഇൻവോൾവ്ഡ് ഇൻ ക്രിയേഷൻ. സൃഷ്ടിപ്പിൽ പരിശുദ്ധാത്മാവിൻ്റെ പങ്ക് നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിയും. അതുപോലെ 2 പത്രോസ് 1:21, 2 തിമോത്തി 3:16 ഈ തിരുവെഴുത്തുകളെ ഇൻസ്പയർ ചെയ്തത് ഹോളി സ്പിരിറ്റാണ്. ദൈവശ്വാസികമാകുന്ന ദൈവത്തിൻ്റെ വചനം എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ യോഹന്നാൻ 3:6, തീത്തോസ് 3:5 നഷ്ടപ്പെട്ടു പോയ പാപികളെ റീജനറേറ്റ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. ആത്മാവിനാൽ ജനിക്കുന്നത് മനുഷ്യൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവാണ് രക്ഷണ്യ പ്രവൃത്തിയിൽ ഇൻവോൾവ് ആകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ 2 തെസ്സലോനിക്കർ 2:13, 1 പത്രോസ് 1:2 വിശുദ്ധന്മാരെ വിശുദ്ധീകരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന് മാത്രം പ്രവർത്തിക്കുവാൻ കഴിയുന്ന ധാരാളം പ്രവർത്തനങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ചു. ഇവിടെയെല്ലാം ഹോളി സ്പിരിറ്റിൻ്റെ പങ്ക് നമ്മൾക്ക് കാണുവാൻ കഴിയും. ഹോളി സ്പിരിറ്റ് ഈസ് ഗോഡ്. പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച്, ആളത്വത്തെക്കുറിച്ച് ഞാൻ ദൈവമക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് പരിശുദ്ധാത്മാവ് ദൈവമാണ്. എൻ്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ, അടുത്ത എപ്പിസോഡിൽ 17-ാമത്തെ വാക്യത്തിലേക്ക് നാം പ്രവേശിക്കും. 16-ാം വാക്യമാണ് പ്രധാനമായി നമ്മൾ ഇന്ന് ധ്യാനിച്ചത്. യോഹന്നാൻ 14 അതിൻ്റെ 16-ാമത്തെ വാക്യം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. കർത്താവ് പറയുന്ന ഡോണ്ട് വറി, ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്. അവിടുന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിനോട് ചോദിച്ച് പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുന്ന ശിഷ്യന്മാർക്ക് പെന്തക്കോസ്ത് ദിവസം കൊടുത്തു എന്ന് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിലൂടെ അറിയാം. അന്നു മുതൽ ഹോളി സ്പിരിറ്റ് അവരെ ഗൈഡ് ചെയ്യുകയും എംപവർ ചെയ്യുകയും ചെയ്തു. ഹൃദയം ദുഃഖിച്ചിരിക്കുന്ന ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന വിലപ്പെട്ട വാഗ്ദത്തമാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആ വാഗ്ദത്തം നമ്മൾ കൂടെയാണ്. പരിശുദ്ധാത്മാവിനെ ഇതുവരെയും പ്രാപിച്ചിട്ടില്ല എങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം എന്ന് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവമക്കളെ ഞാൻ ഓർപ്പിക്കുകയാണ്. യോഹന്നാൻ 14:16 മാത്രമല്ല പരിശുദ്ധാത്മാവിനെക്കുറിച്ച് യോഹന്നാനിൽ എഴുതിയിരിക്കുന്നത്.
യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ കണ്ടതാണ്. 1-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ കർത്താവിൻ്റെ മിനിസ്ട്രി പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ യോഹന്നാൻ 3-ൽ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പുതിയ ജനനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പങ്ക് കർത്താവ് നിക്കോഡിമോസിനോട് പറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ യോഹന്നാൻ 7:37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ കൂടാരപ്പെരുന്നാളിന് കർത്താവ് ദേവാലയത്തിൽ ചെന്നുകൊണ്ട് പ്രസംഗിക്കുന്ന പ്രസംഗത്തിൻ്റെ അവസാനം, ഭാവിയിൽ പെന്തക്കോസ്ത ദിവസം കൊടുപ്പാനിരുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കർത്താവ് പറയുന്നൊരു വാഗ്ദത്തമാണ്. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. എന്നാൽ ഞാൻ ദൈവമക്കളോട് ഇന്ന് ചോദിക്കട്ടെ, യേശു തേജസ്കരിക്കപ്പെട്ട് കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ദാനമായി ലഭിക്കും. കർത്താവിനോട് അതിനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. പിതാവ് പുത്രനിൽ മഹത്വമെടുക്കേണ്ടതിനുള്ള റിക്വസ്റ്റുകൾ ചോദിച്ചാൽ ആ റിക്വസ്റ്റ് കർത്താവ് തരും എന്ന് പറഞ്ഞു 13-14 വാക്യങ്ങളിൽ. അങ്ങനെയെങ്കിൽ ഹോളി സ്പിരിറ്റിനെ തരിക എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഹി വിൽ ഫിൽ യു വിത്ത് ദ മൈറ്റി ഹോളി സ്പിരിറ്റ്. മറ്റൊരു കാര്യസ്ഥൻ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരുപ്പാൻ കർത്താവ് തരും. പിതാവാം ദൈവത്തോട് കർത്താവ് ചോദിച്ച് പിതാവ് പരിശുദ്ധാത്മാവിനെ അയക്കും. അതിനായി കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.